നമസ്കാരം. എല്ലാ മലയാളികൾക്കും ഒരു സന്തോഷ ദിനമാണല്ലേ. സഞ്ജു സാംസൺ ക്രിക്കറ്റ് പ്രേമികളുടെ, നമ്മളെ മലയാളികളുടെ, എസ്പെഷ്യലി മലയാളികളുടെ ഒരു അഭിമാനമായ സഞ്ജു സാംസൺ ഇന്ന് കളിച്ച കളി ഉണ്ടല്ലോ, വേൾഡ് കപ്പിൽ നോക്കൌട്ട് മാച്ച് ആയിരുന്നു ഓർക്കണം. അതായത് ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന് പറയാം നമുക്ക്. ആ ഒരു മാച്ചിൽ കളിച്ച കളി, അതായത് വേറെ ഒരു ബാറ്റ്സ്മാൻ ഒരു 30 റണ്ണിന്റെ മേളിൽ പോവാത്തൊരു സ്ഥലത്ത് സഞ്ജു ഒറ്റക്ക് അടിച്ചത് 97 റൺസാണ്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓരോ ഷോട്ടും ഓരോ സിക്സറും ഓരോ ബൗണ്ടറിയും ആ ഒരു പേഷ്യൻസ് കൊണ്ട് കളിച്ചൊരു കളി ഉണ്ടല്ലോ, ആ ഒരു എന്താ നമ്മൾ പറയുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട്, അതായത് ഈ ടീമിനെ നയിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ സ്വയം തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത്രയും നല്ലൊരു കളി കളിച്ച സഞ്ജു സാംസൺ ഒരു ക്ലാപ്പ് കൊടുത്തേ പറ്റുള്ളൂ. വേറൊരു ലെവല് കളിയായിരുന്നു സത്യമായിട്ടും. കാരണം നമ്മൾ എത്രയോ മാസങ്ങളായിട്ട് കാണാൻ കൊതിച്ചൊരു കളിയായിരുന്നു സഞ്ജു സാംസൻ്റെത്. വേറെ ലെവൽ കളിയായിരുന്നു. അതായത് നമ്മൾ എത്രയോ കളിയിൽ സഞ്ജു ഇങ്ങനെ ഔട്ടായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സഞ്ജുവിന് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ആകെ നമ്മളെ മലയാളികൾക്ക് ഒറ്റൊരു അഭിമാനമേ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ഇന്ത്യൻ ടീമിലുള്ളത് സഞ്ജു സാംസണാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മലയാളി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലും ഇങ്ങനത്തെ ഒരു താരം, അതും സഞ്ജുവിൻ്റെ കാപ്പബിലിറ്റി ഒക്കെ നമുക്കറിയാം ഏത് ലെവൽ ബാറ്റ്സ്മാൻ ആണെന്ന്. പക്ഷേ എവിടെ എന്തൊരു ലക്ക് ഫാക്ടർ, അത് ഇന്ന് മാറി ഫുള്ള് ഭാഗ്യം കൂടെ വന്ന് സഞ്ജു അങ്ങ് തകർത്തു. അതായത് അഭിമാനം കൊണ്ട് ഇപ്പം എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും 1000 താങ്ക്സ് സഞ്ജു സാംസണിനോട്. അതുപോലെ തന്നെ ഭയങ്കര എന്താ നമ്മൾ പറയുക, എപ്പോഴും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. ഇനി ഇങ്ങനത്തെ കുറേ കളികൾ കളിക്കട്ടെ. ഇനി സെമി ഫൈനലും ഫൈനലും വരാണ്. ഫൈനൽ ഉറപ്പായിട്ട് ഇന്ത്യ കളിക്കും. അതിൽ സഞ്ജു നല്ലൊരു ഭാഗമായിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ആശംസകൾ, മലയാളികൾക്ക് എല്ലാവർക്കും.